കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഡെങ്കിപ്പനിയും എലിപ്പനിയും പടരാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ ആരോഗ്യവകുപ്പ് കർശന നിർദ്ദേശങ്ങൾ നൽകി. കൊതുക് വളരാനുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കണമെന്നും കൊതുകുമായി സമ്പർക്കം പുലർത്താൻ സാധ്യതയുള്ള ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ളവർ അതിനുള്ള പ്രതിരോധ നടപടികൾ കൈക്കൊള്ളണമെന്നും കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ സുരേഷ് പറഞ്ഞു. എലികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും പടരുന്ന എലിപ്പനി വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണെന്നും ഇത്തരം ജീവികളുടെ മലമൂത്രം വിസർജനവുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാൻ സാധ്യതയുള്ളവർ കയ്യുറകളും കാലുറകളും ധരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി, എലിപ്പനി പോലുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. വേനൽമഴയ്ക്ക് ശേഷം കാലവർഷം ആരംഭിക്കുന്നതോടുകൂടി ഇടവിട്ടുണ്ടാവുന്ന മഴയാണ് ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത്. ഇടവിട്ടുള്ള മഴ കൊതുക് വളരാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. അതായത് കൊതുക് വളരാനുള്ള എയ്ഡസ് ഈജിപ്റ്റി എന്ന് പറയുന്ന കറുത്ത ശരീരത്തിൽ വെളുത്ത വരകളുള്ള ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുകുകൾ വളരാനുള്ള ഒരു സാഹചര്യം വീടിനടുത്തും പരിസരത്തും ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ് അസുഖങ്ങൾ വരാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. വീടിന് ചുറ്റുമുള്ള പൊട്ടിയ പാത്രങ്ങൾ, ചിരട്ടകൾ, അതുപോലെ തന്നെ ഉപയോഗശൂന്യമായിട്ടുള്ള കുട്ടികളുടെ കളിപ്പാട്ടങ്ങളടക്കം, ടയറുകൾ, മറ്റ് പൊട്ടിയ ഒരു ബൾബുണ്ടെങ്കിൽ അതടക്കം, കളിമൺ പാത്രങ്ങളും മറ്റും, ഇതിലൊക്കെ ശുദ്ധമായ വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊതുക് വളരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വീടിന് ചുറ്റുമുള്ള ധാരാളം മരത്തിൻ്റെ കുറ്റികൾ, മുളയുടെ കുറ്റികൾ, അതുപോലെ തന്നെ കവുങ്ങിൻ തോട്ടങ്ങളിലെ കവുങ്ങിൻ പാളകൾ, അതുപോലെ തന്നെ റബ്ബർ തോട്ടങ്ങളിൽ പാലെടുത്ത ശേഷം ചിരട്ടകൾ കമിഴ്ത്തി വയ്ക്കാതിരിക്കുന്നത് മൂലമുള്ള സാഹചര്യം മൂലമുള്ള ചിരട്ടകൾ ഒക്കെ തന്നെ ധാരാളം വെള്ളം കെട്ടി നിൽക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ആഴ്ചയിലൊരിക്കൽ ഒരു ഡ്രൈ ഡേ ആചരിക്കുക എന്നുള്ള ഒരു സന്ദേശത്തിലൂടെ, ഒരു മാർഗത്തിലൂടെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയും. വീടിന് ചുറ്റുമുള്ള എല്ലാവിധ സാധനങ്ങളും, വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള എല്ലാവിധ സാധനങ്ങളും പെറുക്കിയെടുത്ത് ഒരു ചാക്കിനകത്താക്കി മഴ കൊള്ളാത്ത വിധത്തിൽ സൂക്ഷിക്കുക. അതെല്ലാം തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് വേണ്ടി ഹരിതകർമ്മസേനയ്ക്ക് കൈമാറ്റം ചെയ്യുക. കവുങ്ങിൻ തോട്ടങ്ങളിൽ 2 കവുങ്ങുകളെ ചേർത്ത് ഒരു കമ്പി വലിച്ചു കെട്ടി വീഴുന്ന കവുങ്ങിൻ പാളകൾ അതിൽ തൂക്കിയിടുക. റബ്ബർ തോട്ടങ്ങളിൽ പാൽ എടുക്കാത്ത സമയത്ത് ചിരട്ടകൾ പെറുക്കിയെടുത്ത് മാറ്റുക. പാലെടുക്കുന്ന സമയങ്ങളിലാണെങ്കിൽ റെയിൻ ഗാർഡ് നിർബന്ധമായും ചെയ്യുക. അതുപോലെ തന്നെ വീടിൻ്റെ മുകൾ ഭാഗത്ത് സൺഷെയ്ഡിലും അതുപോലെ തന്നെ ടെറസിൻ്റെ മുകളിലുമൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക. വീടിനകത്ത് ചെടിച്ചട്ടികളിൽ വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ചെടിച്ചട്ടിയിലെ വെള്ളം മാറ്റുക. ഫ്രിഡ്ജിൻ്റെ പിൻവശത്തുണ്ടാകുന്ന ഡീഫ്രോസ്റ്റിംഗ് ട്രേയിലെ വെള്ളം ആഴ്ചയിലൊരിക്കൽ മാറ്റുക. ആമ്പൽ, താമര പോലുള്ള ചെടികൾ വളർത്തുന്ന സാഹചര്യത്തിൽ ആ വെള്ളത്തിൽ ഗപ്പി, ഗംബൂസിയ പോലുള്ള മീനുകളെ വളർത്തുക. ഇതൊക്കെ ചെയ്യുന്നതിലൂടെ കൊതുകുകൾ, ഏഡസ് ഈജിപ്റ്റി എന്ന് പറയുന്ന കൊതുകുകൾ വളരാനുള്ള ഒരു സാഹചര്യം ഇല്ലാതാക്കാൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ പേഴ്സണൽ പ്രൊട്ടക്ഷനും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. കുട്ടികളെ സംബന്ധിച്ചൊക്കെ കൈകാൽ പൂർണ്ണമായി മറയത്തക്ക രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിപ്പിക്കുക. അതുപോലെ തന്നെ റബ്ബർ തോട്ടങ്ങളിലും മറ്റും പാടത്തുമൊക്കെ പണിയെടുക്കാൻ പോകുന്ന ആളുകൾ കയ്യിലും കാലിലുമൊക്കെ ഓഡോമോസ് പോലെയുള്ള ക്രീമുകൾ പുരട്ടുന്നത് നന്നായിരിക്കും, കൊതുകിൻ്റെ കടി കൊള്ളാതിരിക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ മറ്റൊരു അസുഖം കൂടി ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, എലിപ്പനി. മൃഗങ്ങളിൽ നിന്നും മനുഷ്യനിലേക്ക്, പ്രധാനമായും എലിയിൽ നിന്നും, നാൽക്കാലികളിൽ നിന്നും, എലി, നായ, പശു, പന്നി എന്നിവയിലൊക്കെ മൂത്രം വെള്ളത്തിലും മണ്ണിലും കലരുമ്പോൾ മനുഷ്യരുടെ കയ്യിലും കാലുകളിലുമൊക്കെ മുറിവുകൾ ഉണ്ടാവുമ്പോൾ ആ മണ്ണുമായി സമ്പർക്കം, മലിനജലവുമായി സമ്പർക്കം വരുന്ന സാഹചര്യത്തിൽ ആ മുറിവുകളിലൂടെ ലെപ്റ്റോസ്പൈറ എന്ന് പറയുന്ന എലിപ്പനിയുടെ രോഗാണുക്കൾ, ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിൽ കയറാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ഇവിടെയും നമ്മൾ പരിസര ശുചിത്വത്തോടൊപ്പം തന്നെ പേഴ്സണൽ പ്രൊട്ടക്ഷൻ, അതായത് കയ്യിലും കാലിലും മുറിവുകളുള്ള ആളുകൾ പരമാവധി മലിനജലവുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ ഗംബൂട്ടുകളും ഗ്ലൗസുകളും ഉപയോഗിക്കുക. പശുക്കളെ വളർത്തുന്ന വ്യക്തികൾ, ക്ഷീര കർഷകർ അവരുടെ വീടുകളിൽ
ഗംബൂട്ടും ഗ്ലൗസും ഉപയോഗിച്ച് മാത്രം പശുവിൻ്റെ തൊഴുത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ എലിയുടെ മൂത്രവുമായി സമ്പർക്കം വരാനുള്ള ഒരു സാധ്യതയുള്ള പ്രദേശങ്ങളിൽ, അതുപോലെ തന്നെ ക്ഷീര കർഷകർക്കൊക്കെ ഇത്തരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ഒരു പ്രതിരോധ മരുന്ന് എന്നുള്ള രീതിയിൽ തൊഴിലുറപ്പ് പ്രവർത്തകർക്കും അതുപോലെ തന്നെ പാടത്ത് പണിയെടുക്കുന്നവർക്കുമൊക്കെ ആശുപത്രികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആഴ്ചയിലൊരിക്കൽ 2 ഡോക്സിസൈക്ലിൻ ഗുളികകൾ കഴിക്കുന്നതിലൂടെ എലിപ്പനി വരാതിരിക്കാനുള്ള ഒരു സാധ്യത നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും. നല്ല ഒരു പ്രതിരോധ മരുന്ന് തന്നെയാണ് ഡോക്സിസൈക്ലിൻ. ആരോഗ്യവകുപ്പ് ഈ ഒരു കാര്യത്തിലൊക്കെ തന്നെ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുമായി എല്ലാ നല്ലവരായ നാട്ടുകാരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിവിധ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ, കൊതുകുകളെ വളർത്താനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് നോട്ടീസ് നൽകുന്ന നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. നോട്ടീസുകളിൽ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യസമയത്ത് പാലിച്ചില്ലെങ്കിൽ നിർബന്ധമായും അതിനോട് പൊതുജനാരോഗ്യ നിയമം ഉപയോഗിച്ചുകൊണ്ടുള്ള ഫൈൻ ഇതിൽ ഈടാക്കുന്നതായിരിക്കും. 10,000 രൂപ വരെ കൊതുക് വളരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഫൈൻ ലഭിക്കാനുള്ള സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ നല്ലവരായ നാട്ടുകാരും കൊതുക് വളരാനുള്ള സാഹചര്യങ്ങളും ഒക്കെ തന്നെ ഒഴിവാക്കുന്നുള്ള നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു യജ്ഞത്തിൽ പങ്കാളികളാകണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. കൊതുക് വളരുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നവർക്കെതിരെ ആരോഗ്യവകുപ്പ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നും അവ ലംഘിച്ചാൽ കർശന നടപടികൾ ഉണ്ടാകുമെന്നും 10,000 രൂപ വരെയുള്ള പിഴ ഈടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.